ഹലോ ഡി ബിന്ദു, ഒരു പൈസ ഇരിക്കൊണ്ടാടി, ഒരു 2500 തരാൻ എനിക്ക്. ഇല്ലടി, എനിക്ക് വയ്യ. എടി ബാങ്കിൽ അടയ്ക്കണോടി പൈസ, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവൂടി. എനിക്ക് വയ്യ ദൈവമേ, ഞാൻ എന്തോ ചെയ്യും ഇനി. ഇല്ലടി, അവളുണ്ടെങ്കിലും തരൂലടി. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെടി. 3-4 പേരടുത്ത് ചോദിച്ചടി, ഇല്ല. ഇവിടെയും ചേട്ടന് ജോലിയൊന്നും ഇല്ലടി. എന്ത് ചെയ്യാനാന്ന് പറയാൻ അവന്മാർ തിരക്ക് വരും. എടി ഞാൻ എന്തായാലും അവിടുത്തെ ചോദിച്ചു നോക്കട്ടെ. എടി ചിലവേ, എടി പൈസ ഇരിക്കൊണ്ടാടി നിന്റെ നിന്നില്ലേ? നീ എവിടെ എടി? എടി നിന്റെ പൈസ ഇരിക്കൊണ്ടാടി, ഒരു 2500 രൂപ എനിക്ക് വേണമായിരുന്നടി. ഉണ്ടോ? ഇല്ലേ? ഉള്ളതൊക്കെ ചോദിച്ചാലും കിട്ടി, ഉണ്ടെങ്കിലും ഉണക്കെ തരത്തി. ഹലോ ലീലേച്ചി, ചേച്ചി പൈസ ഇരിപ്പുണ്ടാ ചേച്ചി? ഒരു 2500 രൂപ തരായി. ഇല്ലേ? ആ ആ ഓ ശരി ചേച്ചി. ഞാൻ വിളിക്കാം ചേച്ചി, വിശേഷങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ് ചേച്ചി, ഞാൻ വിളിക്കാം. ഓ ശരി ചേച്ചി. ഇപ്പം അത്യാവശ്യമായിട്ട് കാര്യം, 1000-ൻ്റെ കാര്യം ചോദിക്കുമ്പം ലക്ഷങ്ങളുടെ കണക്കുകളാണ് ഇങ്ങോട്ട് പറയുന്നത്. ഇല്ലെങ്കിൽ ഇല്ല, അതങ്ങ് പറഞ്ഞാൽ പോരെ. എന്തൊരു ആൾക്കാരാണ് അത്? 1000-500 കടം ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ലക്ഷങ്ങൾ അവിടെ കൊടുത്ത് വണ്ടി എടുത്ത് ഇതെടുത്ത് നമ്മളെ ചിലപ്പോൾ തുച്ഛമായ പൈസ ആയിരിക്കും ചോദിക്കുന്നത്. അവരുടെ പൊങ്ങച്ചങ്ങൾ ഇങ്ങോട്ട് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഇതൊരു ആൾക്കാർ നിന്റെ ദൈവമേ, ഞാനിനി എന്തിനു ചെയ്യുവേ? അയ്യോ ലോണടയ്ക്കാൻ ഞാൻ എന്തിനു ചെയ്യും? എനിക്ക് വയ്യാമായി ഇപ്പോൾ വന്നിരിക്കും. അയ്യോ ആരോട് ചോദിക്കുവേ? പിന്നെ ചോറ് മാത്രം വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ ചെയ്യും? പിള്ളേർ വരും. ഒരു കാര്യം ചെയ്യും, അവർ ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴത്തേക്കും കൊടുക്കാമല്ലോ. ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ? ചോദിച്ചു നോക്കാം. ഒരു സാധനമില്ല ചേട്ടാ. നിങ്ങൾ അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ച് നോക്ക്. ചോദിച്ചു പിള്ളേർ അതിനകത്തേക്കും ഉച്ചയ്ക്ക് അതെല്ലാം ഇതില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്തേലും തുടങ്ങിയിട്ടുണ്ട് രാവിലെ. മനുവോ വിളിച്ചാൽ വിളിയാക്കും. എപ്പോഴും കുഷിനിക്കകത്ത് കയറി ഇരിക്കണം. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്നും അറിയണ്ട. എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക, പോകും കാര്യങ്ങൾ പറയേ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും കുഷിനിക്കകത്ത്, എപ്പോഴും ആണുമാരല്ലേ. നിങ്ങളെന്താ തടത്തോട്ട് പിന്നെ അമ്മ പൈസ എന്തേലും അവിടെ നിന്ന് കാശ് നീ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നത്? ഈ പൈസ ഞാൻ ഇവിടെ ഇരിക്കുന്നു. നീ തരുന്ന ആരെങ്കിലും തരുന്ന എനിക്ക്? നീ പിന്നെ എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നതിന് എന്തെങ്കിലും വന്നിട്ടാണ് ചോദിക്കുന്നത്? ആ മീനാഴ്ചയുള്ളത് ആ പെണ്ണ് ഞാൻ പെൻഷൻ വന്നപ്പോഴത്തേക്ക് പൈസ കൊടുത്തു, അതും കിട്ടിയില്ല. അത് കിട്ടിയെങ്കിൽ അവർക്കും കൊടുക്കാൻ അറിയാം. നിങ്ങൾക്ക് ഉള്ളതൊക്കെ വെച്ച് വയ്ക്കാൻ പറ. 5 കറി ഇഞ്ചി തിന്നോളെന്ന് പറഞ്ഞ കഞ്ഞിയേ ഉള്ളൂ. ആ കഞ്ഞി മതി, പിള്ളേർക്കും കഞ്ഞി കൊടുത്താൽ മതി. പിള്ളേർക്ക് ഉണ്ടെങ്കിൽ തരി പൈസ. എന്തെങ്കിലും മേടിക്കാനാണെന്ന് ഒരു പൈസ എൻ്റെ ഈ എൻ്റെ ഇല്ല. എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ തരത്തില്ലേ നിനക്ക്? നീ എന്നെ മേടിച്ചിട്ടില്ലേ? എൻ്റെ ഇല്ല പൈസ. അവിടെ അടുക്കളയിലൊന്നും ഇല്ല, നിങ്ങൾ പറയുന്ന കേട്ടില്ലേ? അവിടെ ഞാൻ കേട്ട്. പൈസ ഉണ്ടെങ്കിലല്ലേ മേടിക്കാൻ പറ്റും. ഒന്നും എൻ്റെ ഒന്നും ഇല്ല പൈസ. എന്താ പിള്ളേർക്ക് കഞ്ഞി ഇറങ്ങൂലേ? പിള്ളേർക്ക് കഞ്ഞി ഇറങ്ങൂല. പിള്ളേർ കൊടുക്കണം കഞ്ഞി. ഉള്ളണത്തൊക്കെ പോകണം, ഇല്ലെങ്കിൽ ഇല്ലാത്തവണ പോകണം. എൻ്റെ ഒരു പൈസയില്ല. എന്നോട് ചോദിക്കണ്ട. അവനല്ല രാവിലെ എന്തൊരു പിന്നെ ഇല്ലാത്തതുകൊണ്ടല്ലേ പറയുന്നത്. പഠിക്കാൻ പോണ പിള്ളേർ കഞ്ഞി കൊടുത്താൽ പറ്റൂലേ? ഉണ്ടെങ്കിൽ താമസേ ഒന്നും ഇല്ല. എൻ്റെ ഒന്നും ഇല്ല പൈസ. ഉണ്ടെങ്കിൽ തരി പൈസ. എന്തെങ്കിലും മേടിക്കാനാണെന്നുള്ള ഒന്നുമില്ല. ചോറും വേവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മേടിക്കണ്ടേ? ഉണ്ടെങ്കിൽ താ. നീ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ? അത്ര ജോലിയില്ല. ഉണ്ടെങ്കിൽ താ. എൻ്റെ ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യും? എന്തേലും അവിടെ നിന്ന് കാശ് അവരുടെ പൈസ ഒന്നും ഇല്ല. അതേ കഞ്ഞി ഉണ്ടാകും, കഞ്ഞി കുടിക്കും. അല്ലാതെ എന്താ ചെയ്യുന്നത്? പക്ഷേ
പക്ഷേ ഓ ആര് വിളിക്കുന്ന ഞാൻ വരുന്നേ. കൊടുക്കാനുള്ള പൈസ മേടിക്കാനാണോ നമ്മൾ വരുന്നത്? ആര് ചേച്ചിയാ? വായിച്ചി കയറി വാ. വായിച്ചി എന്ത് ചേച്ചി? ഇത് 3000 രൂപയുണ്ട് കേട്ടാ. ഇത് നീ ഇവിടെ വെച്ചേരാ. ഞാൻ വീട്ടിൽ വെച്ചിരുന്നാൽ പറ്റൂല. അവൾക്ക് 5 കറി ഇഞ്ചി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്കനായിട്ട് പാട് കൊടുത്തുന്നു. ചെറുക്കൻ വന്ന് എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു. അതവിടെ ഇരുന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് നീ തന്നെ വെച്ചേരാ കേട്ടാ. ഞാൻ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ നീ എൻ്റെ മേടിച്ച പൈസ കൊണ്ട് കേട്ടാ അത് തരണേ കേട്ടാ. ഞാൻ ഇതൊക്കെ കൊണ്ടല്ലേ നിൽക്കുന്നത്. തരാം ചേച്ചി തരാം കേട്ടാ. ജോലി ഇല്ല ചേച്ചി, ജോലി ഇല്ലാണ്ടോണ്ട ജോലി അടുത്ത് തന്നെ തുടങ്ങും ചേച്ചി. അപ്പോൾ ഞാൻ തരാം കേട്ടാ. എന്ന് പറഞ്ഞാലൊന്നും പറ്റൂല. ഞാൻ ഇതൊക്കെ കൊണ്ടല്ലേ ജീവിക്കുന്നത്. ആര് തരാൻ ഇരിക്കുന്നത് എനിക്ക്? അതുകൊണ്ട് നീ ഈ പൈസ വെച്ചേരണ്ട. ഞാൻ ചോദിക്കുമ്പോൾ തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചേച്ചി ചോദിച്ചോ. ഞാൻ അപ്പോഴും തരും പൈസ. ഞാൻ പോട്ടെ. എല്ലാവരും സംശയിക്കും. അവള് ഓതി കൊടുക്കും കേട്ടാ. അവള് ചേച്ചി പോ. ഞാൻ ചേച്ചി ചോദിച്ചാൽ മതി. ഓ ശരി ശരി ശരി. ഓ തരാം തരാം. എൻ്റെ ദേവി അത്ഭുതമെല്ലാം സംഭവിച്ചിരിക്കുന്നു. ശരി കിടക്കണം. ആര് വിളിക്കുന്നത്? ഹലോ മണിച്ചിയാ? പറ. ചോറ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇച്ചിരി കിടക്കണം. നിനക്ക് സുഖം തന്നെ? നീയോ വരുന്നാ? കെട്ടിയാനും ഉണ്ടാ? ശരി. ഇറങ്ങിയാ അവിടെ നിന്ന്? ഉച്ചരിഞ്ഞ് ഇറങ്ങിയാ? രാവിലെ ഇറങ്ങി. ഇപ്പം എത്താറായി കാണുമല്ലേ? ഉച്ചയ്ക്ക് ചോറ് ഇവിടെ കഴിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ പോരായിരുന്നു ആ പിള്ളേർക്ക്. അവന് ജോലിയില്ലേ? അത് ശരി. കുഴപ്പമില്ല. അപ്പം എത്താറായി കാണും ഇപ്പം. എന്നാ ശരി എന്നാ. ഇത് പറയാനാണോ നീ വിളിച്ചത്? വരട്ട്. പോകാനൊക്കെ ആയി എൻ്റെ മോളെ കണ്ടിട്ട്. ശരി പോ. എടാ മനുവോ ജീവൻ അവന് ജോലിയില്ല. 2 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുന്നു. എന്താ ചെയ്യും? കഞ്ഞിയും കുടിച്ചോണ്ട് കിടക്കാം. കഞ്ഞി കൊടുക്കാനാ? കഞ്ഞി കുടിച്ചാൽ ഇറങ്ങൂലേ? എടുക്കാത്തത് ഉള്ളരിപ്പം ഇനി വരെയും ചെയ്യുമല്ലേ? ഹലോ കട്ട് ചെയ്യുന്ന ആള് എന്തൊരു വേറെ തരം കാണിക്കുന്നത്? കട്ട് ചെയ്യുന്ന എന്തോള്? ഹലോ ഉഷേ, നീ എവിടാ? നീ എൻ്റെ ഫോണെന്ന് കട്ട് ചെയ്യുന്നത്? ബാങ്കിലാ? പിന്നെ എൻ്റെ മോളും മരുമോനും കൂടെ വരുന്നടി. പിന്നെ സാധനം മേടിക്കണം. ഞാൻ രാവിലെ കൊണ്ട് തന്ന പൈസ ഇല്ലേ, അത് എനിക്ക് കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നീ അവിടെ ഇല്ലേ? നീ വാ. ഫോണ് പിന്നെ കട്ട് ചെയ്താണ്. എടി നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട്? ഞാൻ ബാങ്കിൽ പോയിരുന്നു. ഇപ്പോഴാണ് ഒരു ആശ്വാസം ആയത്. പിന്നെ ഞാനേ രാവിലെ തന്നില്ലേ നിനക്ക്? മോളും മരുമോനും വരുന്നതി അവർക്ക് എന്തായാലും വെച്ചുണ്ടായി കൊടുക്കണ്ടേ. ചെറുക്കന് ജോലിയില്ല. അവനെ മരുമോന് രാജേഷിന് ജോലിയില്ല. ചേച്ചിക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞു കൂടായിരുന്നോ? അണിച്ചിടായാലും നിനക്ക് അറിഞ്ഞൂടെ?
ചേച്ചി അവള് ഒന്നും കൊടുക്കൂലടി. അവള് പിന്നെ പൈസ കയ്യിലുണ്ടെങ്കിലും കൊടുക്കൂല. ഓ അവന് ജോലി ഇല്ലെങ്കിൽ ആകെ പട്ടിണിയാ. ഇപ്പൊ ജോലി ഇല്ലാത്തോണ്ടാ വല്ല വെച്ച് വിളമ്പാനായിട്ട് അവൾ കൊടുക്കൂലടി. കൊടുക്കൂല. കയ്യിലുണ്ടെങ്കിലും അവൾ പൈസ കൊടുക്കൂല. ഒന്നാമത്തെ ജോലിയില്ല. അപ്പൊ 2 ദിവസം ഇവിടെ നിൽക്കാൻ വരുക. ആ പൈസ ചേച്ചി എൻ്റെ ഇല്ല പൈസ. എന്തൊരു വർത്താനം വേണ്ട പറയുന്നത്. ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം. ചേച്ചിക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ 2500 രൂപ അടച്ച് ആകെ വിഷമിച്ചിരിക്കില്ലേ. അപ്പോഴും ഞാൻ പൈസ ചേച്ചി കൊണ്ട് തന്നപ്പോൾ ഞാൻ പൈസ അടച്ചു. ചേച്ചി ബാങ്കിൽ അടച്ചാ? നീ എന്തൊരു വേലത്തരം കാണിച്ചത് നീ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരണമെന്ന്. നീ എന്തൊരു വേലത്തരം കാണിച്ചത് നീ എൻ്റെ ചെറുക്കൻ ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുക്കാതെ ഞാൻ നിന്റെ കയ്യിൽ കൊണ്ട് തന്നതല്ലേ നീ വെച്ചേക്കാൻ. നീ എപ്പോഴും ചോദിച്ചാലും നീ തരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്തോ നീ എൻ്റെ അടുത്ത് ആ പണി കാണിച്ചല്ലോ. പിന്നെ ഔഷേ നീ 2500 അല്ലേ അടച്ചോളൂ. എടി 500 രൂപ ബാക്കി ഉണ്ടാവില്ല. അതെങ്ങനെ എന്താ? എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് നീ ആ പൈസ എന്നെ ഒപ്പിച്ച് തന്നാൽ മതി. 500 ചേച്ചി തന്നെ അവിടെ കൊച്ചുങ്ങൾ കുറേ നാളോട് പറയുന്ന കോഴി. അത് ഞാൻ ഒരു 10-300 രൂപ കൊടുത്ത് ചിക്കൻ മേടിച്ച് സാധനമൊന്നും ഇല്ലായിരുന്നു ചേച്ചി. അങ്ങനെ അത് മേടിച്ച്. ഓ എന്തോന്നോ അതും ഇല്ലേ വരുന്ന കോളായല്ലേ. പിള്ളേർക്ക് മാത്രമല്ല ചേച്ചി, അമ്മക്ക് ഇച്ചിരി കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മേടിച്ച്. ഓ എന്തോ ചെയ്യട്ടെ. ഞാൻ എന്തിനു ചെയ്യോ? എൻ്റെ കൊച്ചുവരമോ ഞാൻ എന്തിനു വേവിച്ച് വെച്ചു കൊടുക്കും. അവിടെ ഒരു വകയും ഇല്ല. പോണാ ചേച്ചി? ഇച്ചിരി കോഴിക്കറി കൂട്ടിട്ട് ചോറ് നിന്നിട്ട് പോവാൻ ചേച്ചി. കോഴി ഇറച്ചി കൂട്ടിക്കൂടാ. അവർക്കൊക്കെ ആവാം.